ഷോർട്ട് ഫിലിമുകളിലൂടെയും റീൽസുകളുടെയും പരിചിതയാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. സുധിലയത്തിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ പലരും ചോദിക്കുന്നത് തിരക്കാണെന്നും നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുന്നുവെന്നും പറയുന്ന രേണുവിന് വരുമാനമില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോഴിതാ അതിന് ഉത്തരം പറയുകയാണ് രേണു. താൻ വാങ്ങുന്ന പ്രതിഫലവും താരം വെളിപ്പെടുത്തി. ഷോർട്ട് ഫിലിമിന് 3ഉം 4ഉം 5ഉം കൂടിപ്പോയാൽ 6ഉം ആണ് വാങ്ങുന്നത്. ചെറിയ സിനിമകളൊക്കെ ചെയ്തു തുടങ്ങുന്നതേയുള്ളൂ. വലിയ വരുമാനവും പ്രതിഫലമൊന്നും എനിക്ക് ആയിട്ടില്ല. ആ വീടിന്റെ ഗ്ലാസ് മാറ്റാൻ ആവശ്യമായ വരുമാനമില്ല. തന്റെ അക്കൗണ്ടിൽ കോടികൾ വരട്ടെ. നിലവിൽ തന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല എന്ന് തനിക്കേ അറിയൂ എന്ന് രേണുസുധി പറയുന്നു. കിട്ടുന്ന പൈസയൊക്കെ വീട്ടിലെ ചെലവിന് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ മാത്രമേ വീട്ടിൽ ജോലിക്ക് പോകുന്നുള്ളൂ. വീട്ടിൽ ചാറ്റിലടിക്കുന്ന പ്രശ്നം തന്നെയാണ്. സിറ്റ് ഔട്ടിലെ ബീമിന്റെ അവിടെ ചോരുന്നുണ്ടായിരുന്നു. വീടിന്റെ വീഡിയോ ചെയ്യാൻ വന്നയാളോട് ഞാൻ 10,000 ആവശ്യപ്പെട്ടിട്ടില്ല. എന്നെ അഭിമുഖം ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ എത്ര തുക വാങ്ങുന്നുണ്ടെന്ന്. 10,000 രൂപ ആവശ്യപ്പെട്ടു എന്നത് പച്ചക്കള്ളമാണ്. അഭിമുഖമൊക്കെ കൊടുക്കുമ്പോൾ ക്യാഷ് വാങ്ങണമെന്ന് എന്നോട് ചിലർ പറഞ്ഞിരുന്നു. 10,000 രൂപ വാങ്ങണമെന്നായിരുന്നു ആദ്യ സമയത്തൊക്കെ പറഞ്ഞത്. ആ തുക ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും വാങ്ങിയിട്ടില്ല. വീടിന്റെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് യാതൊരു വരുമാനവുമില്ലായിരുന്നു. ഇപ്പോൾ വ്ലോഗ് എടുക്കാൻ വന്നവരോട് 5,000 രൂപയൊക്കെ വാങ്ങാറുണ്ടെന്ന് ഞാൻ ഫിറോസ് ഇക്കയോട് പറഞ്ഞിരുന്നു. ഇക്കയുമായി ബന്ധപ്പെട്ട യൂട്യൂബേഴ്സ് വന്നപ്പോൾ ഞാൻ പണം വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഫിറോസ്ക എന്നോട് മിണ്ടാതായത്. ക്യാഷ് വാങ്ങിയിട്ടില്ലെങ്കിൽ വല്ലതും കഴിക്കേണ്ടേ? ആ സമയത്ത് എനിക്ക് പണമൊന്നും ഇല്ലായിരുന്നു. ഇക്കയും അദ്ദേഹത്തിൻ്റെ ആൾക്കാരുമാണ് വന്നതെങ്കിൽ ഞാൻ പൈസ ആവശ്യപ്പെടില്ലായിരുന്നു. എന്നാൽ വേറെ യൂട്യൂബേഴ്സാണ് വിളിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതങ്ങനെ തെറ്റി മാറിപ്പോയി. അതിനുശേഷം സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നത്തിൻ്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ പൈസ ആവശ്യപ്പെടുന്നതിൽ എനിക്കൊരു കുറ്റവും തോന്നിയിട്ടില്ല. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് ഞാൻ ഇന്നേ വരെ എണ്ണിയിട്ടില്ല. മഴ പെയ്ത കാര്യം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനിടയിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. വീടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്ക് അറിയില്ല. ആളുകൾ സംസാരിക്കുന്നത് എനിക്ക് ധാരാളം വരുമാനം ഉണ്ടെന്ന് കരുതിയാകും. എന്നാൽ എനിക്ക് വലിയ വരുമാനം കിട്ടുന്നില്ല. ഷോർട്ട് ഫിലിമിൻ്റെ ആളുകൾക്കറിയാം എനിക്ക് എത്രയാണ് വരുമാനം തരുന്നതെന്ന്. വീട്ടിൽ റേഷനരി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചവന് ഞാൻ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്. അവൻ എൻ്റെ മകനാണ്. അവന് ആവശ്യങ്ങളുണ്ട്. വീട്ടിൽ തൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും അസുഖമുണ്ട്. പ്രായമുള്ളവരാണ്. അവിടെ കാര്യങ്ങൾ നോക്കേണ്ടേ? സുധിച്ചേട്ടൻ്റെ വീട്ടുകാരുമായി തനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ജോലി തിരക്കായതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാത്തത്. ഞാൻ അങ്ങോട്ട് പോകാത്തതും തിരക്ക് കാരണമാണ്. കഴിഞ്ഞ ദിവസവും അവർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പ്രശസ്തിക്ക് വേണ്ടി ശ്രമിക്കാറില്ല. ഇപ്പോൾ ആളുകൾ കണ്ടാൽ ഓടി വന്ന് സംസാരിക്കും. വലിയ നടിയെ കണ്ടതുപോലെ എന്നെ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. സെൽഫി എടുക്കലും പരിപാടിയുമൊക്കെയുണ്ട്. സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. ആളുകൾക്ക് ആ ബഹുമാനമുണ്ട് എന്ന് രേണു പറയുന്നു.